നോർമലി പീപ്പിൾ ബ്രദറെ അങ്ങനെ പറയാമോ, അവൻ എന്തുവാ അലറുന്ന സിംഹം എന്നതുപോലെ നമ്മളെല്ലാം വിഴുങ്ങാൻ നോക്കിയിരിക്കുകയല്ലയോ. എഴുതിയിരിക്കുന്ന വാക്കിന്റെ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അലറുന്ന സിംഹമാണെന്നാണ് പറയുന്നത്. സിംഹം എന്ന പോലെ ഹീസ് ആക്ടിങ്, ഹീസ് പ്രിറ്റൻഡിങ്. അല്ലാതെ അവൻ ശരിക്കും എന്തല്ല, അവൻ സിംഹമല്ല. ആരാണ് സിംഹം? ജൂദായുടെ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്. അതിനിടയ്ക്ക് അവൻ എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്ത് നോക്കാണ്, പ്രിറ്റൻഡ് ചെയ്യാണ്. അത് വിശ്വസിക്കുന്ന നിന്നെ വേണം തന്നെ. യൂദായുടെ സിംഹം എന്റെ കർത്താവാണെന്ന് അറിയാമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒരു അലർച്ച കേൾക്കുമ്പോഴത്തേക്ക് ആ സിംഹം കൂടെ നിൽക്കുക. എവിടുന്ന് ഒരു അലർച്ച കേൾക്കുമ്പോഴത്തേക്ക് പേടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? അവൻ പ്രിറ്റൻഡ് ചെയ്യാണ്. നോർമലി നമ്മളെല്ലാം കേട്ടിട്ടുള്ള കഥയാണ് ഈ സർക്കസിനകത്ത് എന്തുവാ കൊരങ്ങനായിട്ട് ആക്ട് ചെയ്ത ഒരു തന്റെ കാര്യം അല്ലേ. മെനി ടൈംസ് ഐ സൈ ഒരുത്തിന് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവന് ഒരു സർക്കസ് കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിക്ക് ഇറക്കി ചെന്നതാ. ജോലി ഇറക്കി അവർ പറഞ്ഞു, ഇവിടെ ആ പാടെ ഒരു ജോലി കൊണ്ട് ഇവിടുത്തെ ആൾക്കുരങ്ങ് ചത്തുപോയി, അതിന്റെ വേഷമിട്ട് നിനക്ക് അഭിനയിക്കാമെങ്കിൽ നിന്നെ ജോലിക്ക് എടുക്കാം. ഇവനാണെങ്കിൽ ആദ്യമായിട്ട് അവൻ ഗ്രാമത്തിൽ വളർന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. കാര്യം സിറ്റി വളർന്നായിരുന്നെങ്കിൽ മരത്തെ കയറി അങ്ങോട്ട് ഇങ്ങോട്ട് ചാടാനൊന്നും പറ്റത്തില്ലായിരുന്നുണ്ട്. ഇതുവരെ അവന്റെ ചിന്ത എല്ലാം ചിന്തിച്ചെന്നറിയാമോ, എനിക്ക് ജോലി കിട്ടാത്തത് ഞാൻ സിറ്റി വളരാഞ്ഞുകൊണ്ടാണെന്നാ. എന്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, എന്റെ എന്തുവാ ലാംഗ്വേജ് അത്രയും ക്ലിയർ അല്ല, അങ്ങനത്തെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ്. ഞാനും അങ്ങ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെങ്കിൽ അങ്ങനെ ആരുന്നേന് എന്നൊക്കെ നമ്മളുടെ ഒരു ചിന്ത ഇല്ലേ. പക്ഷെ ഇവൻ പറഞ്ഞു, ദൈവമേ ആ മരത്തെ കയറി അന്ന് കൊച്ചിലെ നടന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ജോലി കിട്ടിയതെന്നൊക്കെ പറഞ്ഞവൻ ജോലിയൊക്കെ ചെയ്തു. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ കൂട്ടത്തിൽ ഇവന്റെ കൈ വിട്ടുപോയി. നേരെ ചെന്ന് സിംഹത്തിന്റെ കേജിൽ ചെന്നു. സിംഹത്തിന്റെ കേജിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സിംഹമാണെങ്കിൽ ഒരൊറ്റ അലറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെന്താ പറയുന്നത് അറിയാം? ഇവൻ പറയുന്നത് ഇവനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാ. ഞാൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ സിംഹത്തിന്റെ സിംഹം എന്നെ കടിച്ചു കയറുമല്ലോ. ആ സമയത്ത് സിംഹം ഒന്നുകൂടെ ഒന്നാലത് സിംഹം ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ചിന്തിച്ച് തീർന്നു, എല്ലാ പരിപാടിയും തീർന്നു. അപ്പോൾ ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക. കാര്യം സിംഹം ഇപ്പം കടിച്ച് കയറാൻ പോകില്ലയോ. അപ്പൊ അടുത്ത് വന്ന് പറഞ്ഞത്, എടാ മിണ്ടരുത്, ഐ എം എ PhD. ജോലി കിട്ടാഞ്ഞിട്ട് PhD കാരനാ. സിംഹം ആയിട്ട് ആക്ട് ചെയ്യാണ്. ബട്ട് ഹി പ്രിറ്റൻഡ് ഇല്ലേ. ഇത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേടിച്ചു പോകുന്നു. അവൻ സിംഹമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഓരോ വാക്കുകളും നമ്മളൊന്ന് ആലോചിക്കും. ഒന്ന്, സിംഹം എന്ന പോലെ. ആരെ വിഴുങ്ങേണ്ടു? ലോകത്തിലെവിടെങ്കിലും ഏതെങ്കിലും സിംഹം വിഴുങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വേദോസം വായിക്കും നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ സിംഹം ആരെങ്കിലും വിഴുങ്ങുമോ? ഇല്ല. സിംഹമാണെങ്കിൽ എന്താ ചെയ്യുള്ളൂ? കടിച്ചു കീറത്തേ ഉള്ളൂ ഇല്ലേ. കടിച്ചു കീറത്തേ ഉള്ളൂ. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അവന് വല്ലതൊന്നുമില്ല. നിങ്ങൾ പിന്നെ തല അതിനകത്ത് കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഫിനിഷ്. അല്ലെങ്കിൽ ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഏതെങ്കിലും സിംഹം നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടോണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്തൊരു മൃഗം ചെല്ലുന്നത് കണ്ടോണ്ട് സിംഹം ഓടിപ്പോകുമോ? ഓടിപ്പോയി കഴിഞ്ഞാൽ ഈസ് നോട്ട് എ ലയൺ അറ്റ് ഓൾ. റൈറ്റ്, ലയൺ അറ്റ് ഓൾ. ഇപ്പൊ വേദപുസ്തകത്തിൽ തന്നെ അവിടെ പറഞ്ഞാൽ ഈസ് നോട്ട് എ ലയൺ. സിംഹം നമ്മുടെ എല്ലാം പേടി. നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഡിഫൻസ് മെക്കാനിസമാണ് മാക്സിമം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കാതെ, അയ്യോ സാത്താൻ അവിടുന്ന് അതിലേക്കൂടെ വരത്തുപോക്കുണ്ട്, അതിലെ ഇതുകൊണ്ട് മറ്റുകൊണ്ട് മറിച്ചുകൊണ്ട്, അങ്ങനെയാണ് അറബിക്കെട്ട്, സുറിയാനിക്കെട്ട്, മറ്റേക്കെട്ട്, മറിച്ചേക്കെട്ട്, ഇങ്ങനത്തെ കെട്ടുകളും. വി ആർ ഓൾ ഫിയർ. ആരെ അവന്റെ തട്ടകത്തിലല്ലെങ്കിൽ അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യം. അവന്റെ തട്ടകത്തിലാണെങ്കിൽ നീ അവന്റെ കൂടെ നടക്കുന്നെങ്കിൽ അവൻ നിന്നെ എന്താ പറയുന്നത് ചെയ്യും? ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല, ഇസ്രായേലിന് ഫലിക്കത്തില്ല. ആഭിചാരം പഠിക്കണമെങ്കിൽ അവന്റെ കൂടെ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ആസ് ഫാർ ആസ് യു ആർ വിത്ത് യുവർ ലോർഡ്, നമ്മൾ കർത്താവിന്റെ ഭാഗത്താണെങ്കിൽ, കർത്താവിനോട് കൂടെ നിൽക്കുന്നെങ്കിൽ ശത്രുവിനെ ആവശ്യമില്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രുവിനെ ഭയപ്പെടേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാം? അവൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യും. ആ ടെംപ്റ്റേഷൻസിൽ വീണ് പോകാതിരിക്കാൻ, നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് ആ വിചാരമൊക്കെ അവൻ എന്തൊരു ചെയ്തു. എവിടുന്ന് എന്തോ ഒക്കെ ചെയ്ത മുട്ടയാണെങ്കിലും ചീമുട്ട അല്ലെങ്കിൽ എനിക്ക് വന്നാൽ ഞാൻ കഴിച്ചോളാം. ചീമുട്ടയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. എന്ത് വേണം നീ അങ്ങ് ചെയ്തു, എന്ത് വേണമെങ്കിൽ ആരേത് മുല്ലായെ കൊണ്ട് ആരെ കൊണ്ട് വേണം എന്ത് ചെയ്യിച്ചിട്ടും ഗിവ് ഇറ്റ് ടു മീ, ഐ വിൽ ലീവ്. ഐ നോ ഹു ഐ ആം. എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഐ എം ക്വയറ്റ് ഷുവർ ഐ ക്യാൻ വിൻ ഓവർ ദാറ്റ്. വാട്ട് ഐ സെഡ്, ദർ ഇസ് നോ നീഡ് ടു ഫിയർ ഹിം ഇൻ സച്ച് എ വേ. അവനെ പേടിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ ചിന്തകളിൽ അവൻ നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്നതായ കാര്യം. പിന്നെ അവൻ്റേത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അത് ഞാൻ പിന്നീട് പറയുന്നത്, അവൻ്റെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഒരു അവകാശം പറയും. അവൻ്റെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അവനെ.
ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ഇവിടെ ഡിഫൻസ് മെക്കാനിസം അല്ല കാലേബ് പറയുന്നത്. നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. അത് ജയിപ്പാൻ നമുക്ക് കഴിയും. അത് നമുക്ക് വി വിൽ ഗെറ്റ് ഇറ്റ്. നാം ചെന്ന് അത് അവകാശമാക്കുക. അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനാ കാലേബ് പറയുന്നു. അല്ലാതെ അവർ വന്ന് നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നല്ല. നമ്മളെ മാക്സിമം പിശാചി നമ്മളെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനല്ല. വേദവസം പഠിപ്പിക്കുന്നതെന്നറിയാമോ? അങ്ങോട്ട് ദൈവസഭയുടെ ഡിഫൻസ് മെക്കാനിസം അല്ല വെച്ച് പുലർത്തുന്നത്. ആക്രമിച്ച് കീഴടക്കാനാണ് ദൈവസഭയുടെ ചുമതല എന്ന് പറയുന്നത്. ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതാണ്. ശത്രുവിനെ ചെന്ന് തോൽപ്പിക്കണമെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ആൻഡ് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവെയിൽ അഗൻസ്റ്റ് ഇറ്റ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നോക്കുക, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അറിയാമോ? പിശാചി വന്ന് നമ്മളെ ആക്രമിക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ വാക്യം എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കണം: ഞാൻ എന്റെ സഭയെ പണിയും, സഭയുടെ ഗോപുരങ്ങൾ സാത്താൻ ആക്രമിച്ച് കീഴടക്കത്തില്ല. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, നമ്മളിതിന്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാതിരിക്കുന്നുള്ള ദോഷമാണ്. ഞാൻ എന്റെ സഭയെ പണിയും, അതൊരു ഡിഫൻസ് മെക്കാനിസം ഫോളോ ചെയ്യുന്ന കാര്യമല്ല. ഇറ്റ് വിൽ അറ്റാക്ക് ദ ഹെയ്ഡ്. അത് പാതാളത്തെ ആക്രമിക്കും. ഹല്ലേലൂയ. പാതാളത്തിന്റെ ഗോപുരം ഇവിടെ ആയിരിക്കുന്നത്, പാതാളത്തിന് മുമ്പിലായിരിക്കുന്നത്. ദ ഗേറ്റ്സ് ഓഫ് ഹെൽ shall not prevail against it. What does it mean? The church is marching to the heights. സഭ പാതാളത്തെ തോൽപ്പിക്കാനായിട്ട് മാർച്ച് ചെയ്യുന്ന ഭാഗമാണ് അവിടെ പറയുന്നത്. And the gates of hell shall not prevail against it. പാതാളത്തിന്റെ വാതിലുകൾ സഭയുടെ മുമ്പിൽ തകർന്നു വീഴുമെന്നാണ് പറയുന്നത്. വെരി സിമ്പിൾ വേഴ്സ്. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് ഞാൻ ഈ സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? I want to see that you are fighting against the gate of the hate, the powers of darkness, and you are the hate cannot, the gates of hate cannot prevail against you. And I will make sure, and I know that the gates are going to be destroyed by the powers of the church. പാതാളത്തിൽ നിന്ന് ആളുകളെ വീണ്ടെടുക്കാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പാതാളത്തിന്റെ ശക്തികളോട് എതിർത്ത് അവരെ തോൽപ്പിക്കാനാണ്, ബലവാനെ പിടിച്ച് കെട്ടി അവന്റെ രാജ്യം കൊള്ളയടിക്കാനാണ് ദൈവസഭയാക്കിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ അറിയാമോ? വല്ല വിധേനയും നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ വല്ല വിധേനയും മരിച്ചു. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ല വിധേനയും മരിച്ചോണ്ടിരുന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. നമുക്കതല്ലാതെ ഇവിടെ പറയാം, നമ്മൾ വലിയ ശല്യത്തിനൊന്നും പോകാതെ, അല്ലേ? ദാറ്റ് ഇസ് നോട്ട് എ വിക്ടോറിയസ് ചർച്ച്. എ വിക്ടോറിയസ് ചർച്ച് ഈസ് ഓൾവേസ് ഫൈറ്റിംഗ് അഗൻസ്റ്റ് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. വിജയിക്കുന്ന ഒരു സഭ എപ്പോഴും പാതാള ശക്തികൾക്കെതിരെ പോരാടുന്ന സഭയാണ്. പിന്നെ വായി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ട്രഡീഷണൽ ചർച്ചസ് എന്തുകൊണ്ടാണെന്ന് അറിയാം അതപ്പതിച്ചു പോകാൻ കാര്യം? ദേ നെവർ വെർ ഇൻ എ ബാറ്റിൽ വിത്ത് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. മിഷൻ ചർച്ചസ് അല്ലായിരുന്നു. നോ ചർച്ച് വാസ് എ മിഷണറി ചർച്ച്. നോ എപ്പിസ്കോപ്പൽ ചർച്ചസ് were a missionary church in the past, and they were all lost its identity. And powers of darkness അങ്ങോട്ട് ആക്രമിക്കുന്നതിന് മനസ്സിലായപ്പോൾ അവരകത്ത് കയറി. പെന്തിക്കോസ്തുകാർക്കും പറ്റുന്ന അവസ്ഥ ഇതാണ്. Once this battle was our prime agenda. Somehow പാതാളത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കണമെന്നുള്ള അജണ്ടയുമായിട്ടാണ് പെന്തിക്കോസ്തുകാരൻ ഉയർന്നു വന്നത്. പിന്നെ പെന്തിക്കോസ്തുകാരൻ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കൊട്ടണം, പാടണം, ആരാധിക്കണം എന്നുള്ളതല്ലാതെ സുവിശേഷം അറിയിക്കണം ആൾക്കാർ താല്പര്യം. People are not taking it seriously. People are not going out. നമ്മളുടെ 20 വയസ്സിൽ താഴെ 25 വയസ്സിൽ താഴെയുള്ള നമ്മുടെ സഭയിലെ പിള്ളേരിൽ എത്ര പേര് പരസ്യബോധനം പ്രസംഗിച്ചിട്ടുണ്ട്? പറ. നിങ്ങളെല്ലാം നാട്ടിൽ ഏതെങ്കിലും ഒരു സഭയോടൊക്കെ ബന്ധമുണ്ടല്ലോ. എ ബോയ് ഓർ എ ഗേൾ ഹു ഈസ് ബിലോ 25, 25 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് ഒരു പരസ്യയോഗത്തിന് പ്രസംഗിച്ചിട്ടുണ്ടോ? മൈ ക്വസ്റ്റ്യൻ. ടെൽ മീ. ഐ എം ക്വൈറ്റ് ഷുവർ നോ. You know why? കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നമ്മളാരും പരസ്യവും നടത്തിയിട്ടില്ല. അല്ലേ പരസ്യവും നടത്തുന്നത് ഒരു ആനുവൽ പ്രോഗ്രാമിന്റെ വകയായിട്ട് ഓണവാരവേലയുടെ ഇടയ്ക്ക് നടത്തും. അത് നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി തന്നെയാണ്. കാര്യം നമുക്കൊരു മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെന്നുള്ളൂ. നമ്മുടെ മിക്ക സുവിശേഷ വരെയും നമുക്ക് വേണ്ടി നടത്തും, അല്ലാതെ ജനങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുള്ള നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. We are not in a battlefield, and we are not taking it as a battle.
എന്നാൽ കർത്താവ് പറയുന്നതറിയാമോ? ആത്മാവിന്റെ ശക്തി നമുക്ക് വന്നിരിക്കും. ഞാൻ ഈ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പെന്തിക്കോസുകാരന്റെ അധപ്പതനം എന്നാ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സുവിശേഷകാരെ നിർത്തിയപ്പോ തൊട്ടാ. ഇന്നിപ്പോ എങ്ങനെങ്കിലും ഉള്ള സഭ പൊക്കിക്കൊണ്ട് പോകണമെന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു, ഒരു പുതിയ സ്ഥലത്ത് വേല തുടങ്ങാൻ പറയും, ബ്രദറെ മുസ്ലിങ്ങൾ ഒരു സൈഡിലുണ്ട്, എന്നാൽ കുറച്ച് ഹിന്ദുക്കളുണ്ട്, അവർ കുറച്ചുകൂടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾ വരുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും ഹിന്ദുക്കൾ കുറച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതായിരുന്നു പണ്ട് പറഞ്ഞു കൊടുത്തത്. മുസ്ലിങ്ങളും വരും കേട്ടോ, വരാതിരിക്കത്തൊന്നുമില്ല, നമ്മൾ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് ദൈവം ഒരിക്കലും ക്ഷമിക്കാത്തൊരു ഭാഗമായിട്ട് എന്റെ ചിന്ത. പിന്നെ വന്ന് പറഞ്ഞതെന്നറിയാമോ? വളരെ ഒരു സൈഡിലെല്ലാം ഹിന്ദുക്കളാണെങ്കിലും കത്തോലിക്കർ കുറച്ചുപേര് കുടിയേറ്റക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ചിലപ്പം വന്നേക്കും. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ എന്താണെന്നറിയാമോ? പിന്നെ പറയുന്നത് എന്നാണെന്നറിയാമോ? കത്തോലിക്കരുടെ ഒരു ഏറിയായ പക്ഷെ കുറച്ച് മർത്തോമക്കാരും CSIക്കാരും ഒക്കെ ഉണ്ട്, അവർ ചിലപ്പം വന്നേക്കും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. അല്ല, മർത്തോമക്കാരും യാക്കോക്കാരും ഒക്കെയാണ് കൂടുതലെങ്കിലും പിന്നെയും ബ്രദറുകാരും അതുപോലുള്ള ബാപ്റ്റിസ്റ്റുകാരും അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് കുറച്ച് സുവിശേഷ വെളിച്ചമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതും പോയിട്ട് പിന്നെ പറഞ്ഞതെന്നറിയാമോ? അല്ല, വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കും പെന്തിക്കോസുകാരുടെ പല സഭകളുണ്ട് ബ്രദറെ, അപ്പം നമുക്കൊരു സഭകളുണ്ടാകാനുള്ള പോസിബിലിറ്റി കിട്ടും കുറവല്ല. ഇപ്പൊ IPC നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് ചർച്ച ബോർഡിൽ നിന്നും ശാരോനിൽ നിന്നൊക്കെ ആണെങ്കിലും കുറച്ചുപേരെ കിട്ടാതിരിക്കത്തില്ല എന്നാ പറയുന്നത്. ഇപ്പൊ അതും മാറിയെന്ന ജനം പറയുന്നത്. IPCയുടെ തന്നെ 4 സഭയുണ്ട് ബ്രദറെ, അപ്പൊ അവിടെ നിന്നാണെങ്കിലും കുറച്ചുപേരെ കൂട്ടിയാൽ നമുക്കൊരു IPCയുടെ ഉണ്ടാക്കാമെന്നാ പറയുന്നത്. ഇല്ലേ? IPCയുടെ തന്നെ ഓൾറെഡി 4 ഉള്ളത് കൊണ്ട് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടെന്നാ പറയുന്നത്. ഇല്ലേ? ശത്രുവിനെ ആക്രമിച്ച് കീഴടക്കുന്ന ആ കാലം കഴിഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ദൈവാത്മാവിന്റെ ആ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു. ആത്മനിറവുള്ളവൻ പറയുന്നത് എന്നറിയാമോ? നമുക്ക് അത് ചെന്ന് കീഴടക്കാൻ പറ്റും. അല്ലാത്തവൻ പറയുന്നു ഇല്ല, നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ആത്മനിറവുള്ള വ്യക്തികളാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാതാള ഗോപുരങ്ങളെ ജയിക്കാനുള്ള ആത്മശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് പറയട്ടെ. മറ്റുള്ള ആളുകൾ വന്നിട്ട് ഒരു ബാഡ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. 13-ാം അധ്യായത്തിന്റെ 31 മുതൽ, എങ്കിലും അവരോട് കൂടെ പോയിരിക്കുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു. എന്തെന്നാൽ ദുർവർത്തമാനം, ഇല്ലേ? ഇത് ദുർവർത്തമാനമായിട്ടാണ് പറയുന്നത്. ദുർവർത്തമാനമായി പറഞ്ഞു എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റു നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ അവരെ കണ്ടപ്പോ എന്ത് തോന്നി? ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ ഞങ്ങൾക്ക് തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ വെട്ടുക്കിളികളായിട്ട് തോന്നിയാൽ പിന്നെ അവർക്ക് തോന്നുന്നത് അത്ഭുതമല്ല. ഇവിടെ ആര് പറഞ്ഞ് അങ്ങനെ കണക്കാക്കാനാണ്? ഇല്ലേ? നമ്മൾ വെട്ടുക്കിളികളല്ല, നമുക്ക് കഴിയുകയില്ല എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല. വി ക്യാൻ ദെൻ സെർട്ടൻലി കല പറയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവം നമുക്കത് തന്നിരിക്കുകയാണ്. താഴെ പറയുമ്പോൾ കാലേബും യോശുവയും പറയുന്നത് ആ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്തുവാ ഇവർ പറയുന്നത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്കിരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു, നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ഇവർ പറയുന്നത് ഞങ്ങൾ ഇരകളാണെന്ന്. ആത്മാവില്ലാത്ത പറയുന്നത് അറിയാമോ? വി ആർ പ്രേ. നമ്മളെന്താണ്? ഇരകൾ. അവര് നമ്മളെ തിന്നുകളയും. ഞങ്ങൾക്ക് തന്നെ എന്തായിട്ട് തോന്നി? വെട്ടുക്കിളികളെ പോലെ തോന്നി. അവർക്കും തോന്നി. ഇല്ലേ? നമ്മൾ കാണുന്ന പോലെയാണ് നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ കാണുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കത് കഴിയത്തില്ലെന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവല്ല.